വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. വീണ്ടെടുപ്പ് എന്ന പഠന പരമ്പരയുടെ 20ാമത്തെ അവതരണത്തിലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. വീണ്ടെടുപ്പ്. മനുഷ്യകുലത്തെ പാപത്തിൽ വീണുപോയ മാനവ ജനതയെ സൃഷ്ടാവായ ദൈവം എപ്രകാരമാണ് വീണ്ടെടുത്തത്? പാപത്തിലകപ്പെട്ട ദൈവത്തോട് അകന്നു പോയ മനുഷ്യൻ, ആത്മീക ചൈതന്യം നഷ്ടപ്പെട്ട മനുഷ്യൻ, സൃഷ്ടാവായ ദൈവം, സ്നേഹവാനായ ദൈവം ആ മനുഷ്യനെ ആ നിലയിൽ ഉപേക്ഷിക്കാതെ അവനെ വീണ്ടെടുക്കുവാൻ ദൈവം പദ്ധതി ഒരുക്കി. ഈ പദ്ധതി നിത്യതയിൽ വെച്ച് രൂപം കൊണ്ട പദ്ധതിയാണ്. പെട്ടെന്ന് ദൈവത്തിൻ്റെ മനസ്സിൽ രൂപം കൊണ്ട ഉത്ഭവിച്ച പദ്ധതിയല്ല. ദൈവത്തിന് എല്ലാം മുൻകൂട്ടി അറിയാവുന്നത് കൊണ്ട് ഇപ്രകാരം സംഭവിക്കും എന്ന് ദൈവത്തിന് അറിയാം. ദൈവമല്ല മനുഷ്യനെ തള്ളിയിട്ടത്. മനുഷ്യൻ സ്വന്തം തീരുമാനപ്രകാരം അവൻ എല്ലാ സ്വാതന്ത്ര്യവും ദൈവം നൽകിയിട്ടും അവൻ ദൈവത്തോട് മത്സരിച്ച് ദൈവത്തെ ജീവിതത്തിൽ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാതെ ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് വിധേയപ്പെടാതെ ദൈവത്തോട് മറുതലിച്ചിൻ്റെ ഫലമായിട്ടാണ് ഈ വീഴ്ച സംഭവിച്ചത്. ആ വീണുപോയ മനുഷ്യനെ ദൈവം അവിടെ ഉപേക്ഷിക്കാം, പക്ഷെ ദൈവം ഉപേക്ഷിച്ചില്ല. അത് ദൈവത്തിൻ്റെ കരുണയാണ്, സ്നേഹമാണ്, മനസ്സലിവാണ്. ദൈവം മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ഒരു പദ്ധതി ദൈവം ഒരുക്കിയിരുന്നു. ആ പദ്ധതി ദൈവം പ്രപഞ്ചത്തിൽ നിറവേറ്റാനുള്ള പദ്ധതിയാണ്. ആ പദ്ധതിയെക്കുറിച്ച് ദൈവം മനുഷ്യകുലത്തെ അറിയിച്ചു. ഏദൻ തോട്ടത്തിൽ വെച്ച് മനുഷ്യൻ വീണത് അവിടെയാണ്. അവിടെ വെച്ച് തന്നെ ദൈവം ആ പദ്ധതി പ്രഖ്യാപിക്കുകയുണ്ടായി. പക്ഷെ പദ്ധതി നിത്യതയിലുള്ള പദ്ധതിയാണ്. എല്ലാം മുന്നറിയുന്ന ദൈവം രൂപകൽപ്പന ചെയ്ത പദ്ധതിയാണിത്. ഈ പദ്ധതി ദൈവം ഭൂമിയിൽ നടപ്പാക്കുകയാണ്. വീണ്ടും ആവർത്തിക്കുന്നു, ദൈവം മുൻകൂട്ടി അറിയാം ദൈവത്തിൻ്റെ എല്ലാ കാര്യങ്ങളും. ആരംഭത്തിൽ തന്നെ അവസാനം വരെ സംഭവിക്കുന്ന കാര്യം, ഈ ലോകം അവസാനിക്കുന്നത് വരെയുള്ള, അല്ലെങ്കിൽ അവിടെ നിന്ന് വീണ്ടെടുക്കപ്പെട്ട മക്കൾ സ്വർഗത്തിൽ എത്തുന്നതും എല്ലാം ദൈവത്തിന് അറിയാം. ദൈവത്തിന് അറിയാം എന്നുള്ളത് കൊണ്ട് ദൈവം മനഃപൂർവ്വമായിട്ടൊരു നാടകം കളിക്കുന്നത് പോലെ അങ്ങനെ സംഭവിപ്പിക്കുകയല്ല. ദൈവം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ദൈവമെന്ന അവസ്ഥയ്ക്ക് ചേരുന്നതല്ല അങ്ങനെ ഒരു ചിന്ത പോലും. ദൈവത്തിനെല്ലാം അറിയാം. പക്ഷെ അങ്ങനെ അറിവുള്ള, മുന്നറിയുന്ന ദൈവം ഈ വിഷയം ഇപ്രകാരം സംഭവിക്കുന്ന അറിയുന്ന ദൈവം അതിനൊരു പരിഹാരം ഒരുക്കുകയായിരുന്നു. അതാണ് പ്രഖ്യാപിച്ചത്. ഇത് നേരത്തെ ദൈവത്തിൻ്റെ മനസ്സിലുള്ള പരിഹാരമാണ് വീണ്ടെടുപ്പ്. അത് ഏദൻ തോട്ടത്തിൽ വെച്ച് പ്രഖ്യാപിച്ച് സ്ത്രീയുടെ സന്തതിയായി കടന്നു വരുന്നവൻ പിശാചിൻ്റെ അധികാരത്തെ, ആധിപത്യത്തെ തകർത്ത് മാനവജനതയെ തിരികെ തന്നിലേക്ക് പുനഃസ്ഥാപിക്കുമെന്നുള്ള പദ്ധതി ആദ്യം പ്രഖ്യാപിച്ച് ഒരു മശിഹ, ഒരു രക്ഷകൻ്റെ ആഗമനത്തെ ആദ്യം ദൈവം പരാമർശിച്ചത് ഏദൻ തോട്ടത്തിൽ വെച്ചാണ്. പിന്നീട് കാലങ്ങൾ കുറേ കടന്നുപോയി കഴിയുമ്പോൾ അവസാനം ജലപ്രളയത്തിന് ശേഷം അബ്രഹാമിൻ്റെ കാലഘട്ടം എത്തുമ്പോഴാണ് ദൈവം അബ്രഹാമിനെ ഈ പദ്ധതിക്ക് വേണ്ടി വേർതിരിച്ചത്. അതിനു മുമ്പ് തന്നെ ഭൂമിയിലൂടെ അനവധി ജനങ്ങൾ ഒഴുകിപ്പോയി. അനവധി ജനങ്ങളുണ്ടായിരുന്നവരെല്ലാം നോഹയുടെ കാലത്ത് ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചുപോയി. ഭൂമി മുഴുവൻ നിറഞ്ഞു നിന്നൊരിക്കൽ മനുഷ്യൻ. പക്ഷെ ആ മനുഷ്യൻ ദൈവത്തോട് അവൻ്റെ ദുഷ്ടതകൾ വലുതായപ്പോൾ, അവൻ്റെ വിചാരങ്ങളും ചിന്തകളും എല്ലാം ദൈവത്തിന് വിരോധമായി മാറിയപ്പോൾ, ദൈവത്തോട് മത്സരിക്കുന്ന മനുഷ്യരുടെ സ്വഭാവത്തിന് മാറ്റം വന്നില്ല. ദൈവം ഭൂമിയെ തുടച്ചു മാറ്റി. ഒരു കുടുംബം മാത്രം രക്ഷപ്പെട്ടു. ദൈവത്തിൻ്റെ കൃപ അവർക്ക് ലഭിച്ചു. കാരണം അവർ ദൈവത്തെ സ്നേഹിച്ചവരാണ്. അന്തരീക്ഷം ഇത്ര ഭയാനകമായി ദൈവത്തോട് മത്സരിക്കുന്ന അന്തരീക്ഷത്തിലായിരുന്നിട്ടും ആ കുടുംബം ദൈവത്തെ സ്നേഹിച്ചു. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ അവർക്ക് ലഭിച്ചു. നോഹയായിരുന്നു ആ വ്യക്തി. ആ നോഹയുടെ സന്തതിയായ ഷെമ്മിലൂടെയാണ് അബ്രഹാമിൻ്റെ ജനനം. അബ്രഹാം ജനിക്കുമ്പോൾ അബ്രഹാമിൻ്റെ കുടുംബം വിഗ്രഹാരാധനയിലായിരുന്നു. പക്ഷേ ദൈവ പദ്ധതി നടപ്പാക്കാൻ ദൈവം കണ്ടെത്തിയ മനുഷ്യനാണ് അബ്രഹാം. അബ്രഹാമിന് അതിലുള്ള യോഗ്യതകളും വിശേഷതകളും സ്വഭാവവും ദൈവസ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ദൈവത്തിൻ്റെ കൃപ അബ്രഹാമിന് കിട്ടിയത്. അബ്രഹാമിനെ വിഗ്രഹാരാധനയുടെ പശ്ചാത്തലത്തിൽ നിന്ന് ദൈവം വിളിച്ച് പുറത്തു കൊണ്ടുവന്നിട്ട് ദൈവം അബ്രഹാമിനോട് തൻ്റെ ഉദ്ദേശം പറഞ്ഞു. ഞാൻ നിന്നെ മഹാജാതിയാക്കും. ഞാൻ നിന്നെ കാണിക്കുന്ന ദേശത്തേക്ക് നീ കടന്നു വരണം. നീ സഞ്ചരിക്കുന്ന ദേശമെല്ലാം ഞാൻ നിനക്ക് തരും. എന്നിട്ട് വളരെ സുപ്രധാനം ഒരു വാഗ്ദാനം പറഞ്ഞു. നിന്നിൽ ഭൂമിയിലെ സകല സന്തതികളും അനുഗ്രഹിക്കപ്പെടും, സകല ജനങ്ങളും അനുഗ്രഹിക്കപ്പെടും. അതാണ് അബ്രഹാമിനോട് നൽകിയ വാഗ്ദാനത്തിലെ പരമപ്രധാനമായ കാതൽ, ആത്മീക സന്തതി. അബ്രഹാമിലൂടെ വരാൻ പോകുന്നൊരു സന്തതിയിലൂടെ ഭൂമിക്ക് അനുഗ്രഹം കൊണ്ടുവരും. മശിഹായുടെ ആഗമനത്തെക്കുറിച്ച്, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച്, അതിലൂടെ പൂർത്തിയാകുന്ന ഈ അനുഗ്രഹത്തെക്കുറിച്ചാണ് അവിടെ പരാമർശിക്കപ്പെട്ടത്. ഈ വാഗ്ദാനം, ഈ ആത്മീക സന്തതിയെ ഭൂമിയിലേക്ക് ദൈവം കൊണ്ടുവരുന്ന ചരിത്രമാണ് പഴയ നിയമ ചരിത്രം.
അപ്പോൾ ഇത് ഏതും തോട്ടം നമ്മൾ അബ്രഹാം വരെ ചിന്തിക്കുന്നത് കാണാം. ഏതും തോട്ടത്തിൽ വെച്ച് ഇത് വാഗ്ദാനം, വീണ്ടെടുപ്പിൻ്റെ വാഗ്ദാനം പ്രഖ്യാപിക്കപ്പെട്ടു. 21-ാമത്തെ വാക്യം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ആ നഗ്നരായി തീർന്ന് അവർക്ക് തുകൽ ഉടുപ്പിച്ചുകൊണ്ട് അതിനെ ചിത്രീകരിച്ച് കാണിച്ചു തന്നു. പിന്നീട് നോഹയുടെ കാലത്തെ പ്രളയത്തിൽ നോഹ സംരക്ഷിക്കപ്പെട്ടുകൊണ്ട് ആ ആത്മീക സന്തതിയുടെ ആ സന്തതി പരമ്പര അത് ദൈവം സംരക്ഷിച്ചു നിർത്തി. കാരണം അത് നോഹയിലൂടെയാണ് സന്തതി പരമ്പര സംരക്ഷിക്കപ്പെട്ടത്. അതൊരു വലിയ ചരിത്രമായിരുന്നു. പിന്നീട് ഷെമിലൂടെ അബ്രഹാം ഉത്ഭവിച്ചു. അബ്രഹാമിനെ ഉൽപ്പത്തി 12-ാമത്തെ ദൈവം വിളിച്ച് വേർതിരിക്കുന്നു. അബ്രഹാമിൻ്റെ ദൈവം വാഗ്ദാനം കൊടുക്കുന്നു. ഇതേ വാഗ്ദാനം അബ്രഹാമിൻ്റെ സന്തതിയെ ഇസ്ഹാക്കിന് ദൈവം ഓർമ്മപ്പെടുത്തി. അത് തുടർന്ന് അത് ഉൽപ്പത്തി 26-ാം അധ്യായത്തിലാണ്. പിന്നീട് ഉൽപ്പത്തി 28-ാം അധ്യായത്തിൽ ഈ വാഗ്ദാനം യാക്കോബിനെ ഓർമ്മപ്പെടുത്തി. യാക്കോബ് ഈ വാഗ്ദാനം ദൈവം യാക്കോബിനെ ഓർമ്മപ്പെടുത്തി കഴിയുമ്പോൾ യാക്കോബ് പിന്നീട് തന്നെ ഒരു സ്വപ്നം കാണുന്നതിനെക്കുറിച്ച് നമ്മൾ കണ്ടു. യാക്കോബ് കണ്ട സ്വപ്നത്തിൽ സ്വർഗത്തിൽ നിന്നൊരു ഏണി താഴേക്ക് വരുന്നു. അത് ഭൂമിയെ തൊട്ട് നിൽക്കുകയാണ്. ഈ ഏണിയിലൂടെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതായിട്ട് കണ്ടു. ഈ ഒരു സന്ദേശം, ഈ ഒരു വിഷയം കർത്താവ് യേശുക്രിസ്തു യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 51-ാമത്തെ വാക്യത്തിൽ ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ പരാമർശിക്കുന്നതായിട്ട് നമ്മൾ കേട്ടു. ഇതിലും വലുത് കാണുമെന്ന് നഥാനിയിലൂടെ പറയുമ്പോൾ ദൈവപുത്രൻ ഭൂമിയിലേക്ക് കടന്നു വരുന്ന ദൈവത്തിൽ ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്ത് നിങ്ങൾ കാണുമെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 51-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അവിടെ ഈ യാക്കോബ് കണ്ട ദർശനത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ആമേൻ ആമേൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണുമെന്നും അവനോട് പറഞ്ഞു. അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടുക്കൽ കർത്താവ് യേശുക്രിസ്തു ആണ് വ്യക്തി. ആ വ്യക്തിയുടെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. അത് വ്യക്തമായി നമ്മൾ കാണിച്ചിരുന്നത് വളരെ കൃത്യമായൊരു ചിത്രമാണ്. കർത്താവ് യേശുവാണ് ആ ഏണി, ദൈവവും മനുഷ്യനും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏണി. ക്രിസ്തുവിലാണ് ദൈവം മനുഷ്യരുടെ നടുവിലേക്ക് ഇറങ്ങി വരുന്നത്. ക്രിസ്തുവിലൂടെയാണ് മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് കയറുന്നത്. യോഹന്നാൻ 14-ാം അധ്യായം 6-ാം വാക്യത്തിൽ ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും ജീവനും സത്യവുമാകും. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അത് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിൻ്റെ ലേഖനം 1 തിമോത്തിയോസ് 2:5 പറഞ്ഞു, ദൈവത്തിനും മനുഷ്യർക്കും ഇടയ്ക്കുള്ള മധ്യസ്ഥൻ യേശു മാത്രമാണ്. യേശു അല്ലാതെ മറ്റൊരു മധ്യസ്ഥനില്ല. ദൈവത്തിൻ്റെ അടുക്കൽ നമ്മളെയും നമ്മുടെ കാര്യങ്ങളും എത്തിക്കാൻ ദൈവം വെച്ചിരിക്കുന്ന ഏക മധ്യസ്ഥൻ കർത്താവ് യേശുവാണ്. യേശുക്രിസ്തുവിലൂടെ അല്ലാതെ ദൈവ സന്നിധിയിലേക്ക് കയറുവാൻ മനുഷ്യർക്ക് കഴിയുകയില്ല. വേറെ ഒരു വ്യക്തികളും ആ സ്ഥാനത്തെയും വെച്ചിട്ടില്ല. അതിന് യോഗ്യതയുള്ള ഒരു മനുഷ്യനുമില്ല. ദൈവം തന്നെയാണ് ആ വ്യക്തി. ദൈവം മനുഷ്യനായി കടന്നു വന്നു. ആ വ്യക്തിയാണ് ഏക മധ്യസ്ഥൻ. അപ്പോൾ ഈ ഒരു ദർശനത്തിൽ 2 കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് യേശുവിൽ നിവൃത്തിയാകുന്ന 2 ഔദ്യോഗിക സ്ഥാനങ്ങളുണ്ട്. ഒന്ന് പ്രവാചകൻ എന്ന നിലയിൽ ദൈവം താഴേക്ക് ഇറങ്ങി വരുന്ന അർത്ഥമാണ്. അത് പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്ന വ്യക്തിയാണ്. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 16 വരെയും ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങൾ നമ്മൾ കണ്ടു. കർത്താവ് യേശുക്രിസ്തു ആ പ്രവാചകനാണ്. ദൈവത്തിന് വേണ്ടി മനുഷ്യരോട് സംസാരിച്ചവൻ. ക്രിസ്തു വളരെയധികം തവണ വ്യക്തമായി പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനങ്ങൾ എൻ്റേതല്ല. അത് പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം 22-23. പ്രവാചകന്മാർ മുഴുവൻ സംസാരിച്ചത് ദൈവത്തിന് പറയാനുള്ള കാര്യങ്ങളാണ്. പ്രവാചകൻ ദൈവത്തിൻ്റെ വായാണ്, ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവരാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 31 മുതൽ 34 വരെയും, യോഹന്നാൻ 5:30, യോഹന്നാൻ 7:16, യോഹന്നാൻ 8:26, യോഹന്നാൻ 12:48-49 ഈ വാക്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. ചില വാക്കുകൾ ഓർമ്മപ്പെടുത്താം. എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവർ ന്യായം വിധിക്കുന്നവരുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളെ അവനെ ന്യായം വിധിക്കും. ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല, എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്ന് കൽപ്പന തന്നിരിക്കുന്നു. അപ്പോൾ പിതാവായ ദൈവം മനുഷ്യൻ്റെ നടുവിലേക്ക് ഇറങ്ങി വരികയാണ് കർത്താവ് യേശുക്രിസ്തുവിലൂടെ പ്രവാചകനായി. ക്രിസ്തുവാണ് ആ പ്രവാചകൻ, യഥാർത്ഥത്തിൽ ദൈവത്തിന് വേണ്ടി നമ്മോട് സംസാരിച്ച വ്യക്തി. ഇപ്പോൾ ഇവിടെ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും ക്രിസ്തു എന്ന പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത കൽപ്പനകൾ. ഈ വചനമാണ് അന്ത്യനാളിൽ നമുക്ക് ന്യായം ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ ഔദ്യോഗിക സ്ഥാനം പ്രവാചകൻ എന്നുള്ളതാണ്. മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നിവൃത്തിയാകേണ്ട, ക്രിസ്തുവിൽ പൂർത്തിയാകേണ്ട ഒന്നാമത്തെ സ്ഥാനം. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത്, രണ്ടാമത്തെ ഓഫീസ് അല്ലെങ്കിൽ കർത്താവ് യേശുവിൽ നിവൃത്തിയാകുന്നത്, അതായത് മനുഷ്യരെ ദൈവത്തിലേക്ക് കയറാനുള്ള ഓഫീസാണ്. മനുഷ്യർ ദൈവത്തിലേക്ക് കയറാനുള്ള സ്ഥാനമാണ്, അവകാശമാണ്. അത് മഹാപുരോഹിതനാണ്.
എബ്രായർക്കെതിരെ ലേഖനം ഈ വിഷയത്തിൽ വിശാലമായ ആശയം നൽകുന്നൊരു പുസ്തകമാണ് പുതിയ നിയമത്തിൽ പൗരോഹിത്യ വ്യവസ്ഥ, ക്രിസ്തു എന്ന മഹാപുരോഹിതൻ, യാഗങ്ങളും വഴിപാടുകളും. ഈ വിഷയങ്ങളെക്കുറിച്ച് വളരെ വിശദമായി സംസാരിക്കുന്ന ഒരു പുസ്തകമാണ് എബ്രായ ലേഖനം. എബ്രായ ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ എന്താണ് മഹാപുരോഹിതൻ്റെ ദൗത്യം, മഹാപുരോഹിതൻ ചെയ്യുന്നത് എന്താണെന്ന് കാണിച്ചു തരുന്നു. വായിച്ചു കേൾക്കാം. എബ്രായർ 5:1. മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏത് മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിപ്പാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. ഇപ്പം മനുഷ്യരുടെ അടുക്കൽ നിന്ന് ദൈവത്തിലേക്ക് കയറുവാനുള്ള ഏണിയാണ് ഈ മഹാപുരോഹിതൻ. മനുഷ്യർ വഴിപാടുകളും യാഗങ്ങളും അർപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടി ദൈവം നിയമിച്ചിരിക്കുന്നതാണ് മഹാപുരോഹിതൻ. മനുഷ്യർക്കൊരിക്കലും അവരുടെ പാപങ്ങൾക്ക് പരിഹാരം സ്വയം നൽകാൻ കഴിയില്ല. മനുഷ്യൻ്റെ പാപങ്ങൾക്ക് അവർക്ക് സ്വയം പരിഹാരം കണ്ടെത്താൻ കഴിയില്ല. അതിനുള്ള മാർഗം ദൈവം അവർക്ക് വെച്ചിരിക്കുകയാണ്, പാപപരിഹാരം. മൃഗങ്ങൾ അത് പകരമാകില്ല. മൃഗങ്ങൾ മനുഷ്യരെക്കാളും താഴെയുള്ളവരാണ്. താഴെയുള്ള മൃഗങ്ങൾക്ക് അവരെ മുകളിലുള്ള മനുഷ്യർക്ക് വേണ്ടി പകരമാകാൻ, പൂർണ്ണ പ്രായശ്ചിത്തം നൽകാൻ മൃഗയാഗങ്ങൾ കഴിയില്ല. ഇപ്പം മനുഷ്യന് പാപപരിഹാരം ഉണ്ടാകണമെങ്കിൽ മനുഷ്യരെക്കാളും ഉന്നതനായിട്ടുള്ള ഒരാൾ വരണം. മൃഗങ്ങൾ മനുഷ്യരെക്കാളും താഴെയാണ്. ആ മൃഗങ്ങൾ മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാരമാകുന്നില്ല. അത് തൽക്കാലത്തേക്കൊരു നിഴലായിട്ട് ദൈവം പഴയ നിയമ പാപ പരിഹാര വ്യവസ്ഥയിൽ, ലേവ്യ പൗരോഹിത്യ വ്യവസ്ഥയിൽ ദൈവം തൽക്കാലത്തേക്ക് നിയമിച്ചതാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ അത് കൃത്യമായിട്ട് പറയും. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ, കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായക കൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്ത് വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. അതിൻ്റെ 4-ാം വാക്യം പറയും, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെ രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. തൽക്കാലം ഇത് തുണിയിട്ട് മറച്ചു വെക്കുന്നത് പോലെ മാത്രം. നമ്മുടെ വീടൊക്കെ അടച്ചു പൂട്ടിയിട്ട് 1-2 വർഷത്തേക്കൊക്കെ പോകുമ്പോൾ വീട്ടിലെ എല്ലാ ഉപകരണങ്ങളും ഒരു വെളുത്ത തുണി കൊണ്ടോ മറ്റും മൂടിയിട്ടിട്ട് പോകും എന്ന് പറയുന്ന പോലെ ഈ പഴയ നിയമകാലത്തുള്ള പാപയാഗങ്ങളെല്ലാം, വഴിപാടുകളെല്ലാം മനുഷ്യൻ്റെ പാപങ്ങൾ തൽക്കാലം ഇങ്ങനെ മറച്ചു വെക്കുക മാത്രമാണ്. അത് ഏതും തോട്ടത്തിൽ ആ നഗ്നത മറയ്ക്കാൻ ഉപയോഗിച്ചതുപോലെ അത് വരാൻ പോകുന്ന മറ്റൊന്നിൻ്റെ സൂചന തരികയാണ്. ആ ഒരു സംഭവം നടക്കുമ്പോൾ മാത്രമാണ് പാപമെന്ന വിഷയം മാറുന്നത്, പാപത്തിൻ്റെ കറ പോകുന്നത്. അപ്പോൾ മാത്രമാണ്. അപ്പോൾ ഈ മൃഗങ്ങൾ തൽക്കാലം മറച്ചു വയ്ക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. മൃഗങ്ങൾ മനുഷ്യർക്ക് പകരമാകാൻ പറ്റില്ല. മനുഷ്യൻ്റെ പാപം എന്ന പ്രശ്നം പരിഹരിക്കപ്പെടണമെങ്കിൽ മനുഷ്യരെക്കാൾ ഉന്നതനായിട്ടുള്ള ഒരാൾ വരണം. അതാണ് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ആഗമനത്തിൻ്റെ ഉദ്ദേശം. എബ്രായർക്കെതിരെ ലേഖനത്തിൻ്റെ 9-ാം അധ്യായം 26 മുതൽ 28 വരെ പറയുന്നത് കർത്താവ് യേശുവിൻ്റെ യാഗത്തെക്കുറിച്ച് പറഞ്ഞിട്ട്, ക്രിസ്തു വാസ്തവമായതിൻ്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാകാൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് 26-ാം വാക്യം എബ്രായർ 9. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ, നമ്മുടെ ലോകാവസാനം എന്ന് പറയുന്നത് യഹൂദ കാലഘട്ടത്തിൻ്റെ അവസാനം, അതായത് ന്യായപ്രമാണ കാലഘട്ടത്തിൻ്റെ അവസാനം. ആ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട്, മൃഗമല്ല, സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഒറ്റ തവണ ഇത് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. കാരണം ചെയ്യുന്ന ആൾ അങ്ങനെയുള്ള ഒരാളാണ്, മനുഷ്യനേക്കാൾ ഉന്നതനായ, സ്വർഗത്തോളം ഉന്നതനായ, ദൈവം മനുഷ്യനായി തീർന്ന, ദൈവം മനുഷ്യനും ഒന്നായി അവതരിച്ച വ്യക്തി, ദൈവത്തിന് മനുഷ്യർക്ക് ഇടയ്ക്കുള്ള ഏക മധ്യസ്ഥനായ വ്യക്തി. ആ വ്യക്തിയുടെ യാഗം മാത്രമേ പ്രശ്നം പരിഹരിക്കൂ. ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് മനുഷ്യൻ്റെ ഭാഗത്ത് നിന്ന് മഹാപുരോഹിതൻ എന്ന അർത്ഥം കൃത്യമായി യോജിക്കുന്ന വ്യക്തി, ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. അപ്പം ഏകയാഗം കൊണ്ട്, ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ, ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടിട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് വരും. ഇനി രണ്ടാമത് വരുന്ന പാപമെന്ന വിഷയം കൈകാര്യം ചെയ്യാനല്ല. പാപമെന്ന വിഷയം ഇതിനകം തന്നെ തൻ്റെ ആദ്യത്തെ വരവിൽ ക്രൂസിലെ യാഗത്താൽ പാപമെന്ന പ്രശ്നത്തിന് പരിഹാരം ഒരുക്കി കഴിഞ്ഞു. ആരുടെയെങ്കിലും ജീവിതത്തിൽ പാപമെന്ന പ്രശ്നം, ദൈവത്തിൽ നിന്ന് അകറ്റുന്ന പാപമെന്ന പ്രശ്നം, ആ ശാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണമെങ്കിൽ ക്രിസ്തുവിനെ സ്വീകരിക്കണം. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം സ്വീകരിക്കണം. ക്രിസ്തുവിൻ്റെ രക്തവുമായി ബന്ധപ്പെടുന്ന സമയമാണ് സ്നാന സമയം.
ആ സന്ദർഭത്തിലാണ്, ആ സമ്പർക്കത്തിലാണ്, ആ സംസർഗത്തിലാണ്, ആ ബന്ധത്തിലാണ് പാപങ്ങൾ കഴുകപ്പെടുന്നത്. അതിനാണ് ക്രിസ്തു വന്നത്. പുരോഹിതന്മാർക്ക് മാത്രമാണ് യാഗം കഴിക്കാൻ കഴിയും. നമ്മൾ 5-ാമത്തെ വാക്യത്തിൽ കണ്ടു. മനുഷ്യരുടെ നിന്ന് എടുക്കപ്പെടുന്ന ഏത് മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാട് യാഗവും അർപ്പിപ്പാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. ഇപ്പം പുരോഹിതന് മാത്രം ചെയ്യുന്ന കാര്യമാണ്. അപ്പം കർത്താവ് യേശു നമ്മുടെ മഹാപുരോഹിതനായി മാറി. പുരോഹിതൻ മാത്രമല്ല, നമ്മുടെ യാഗവുമായി മാറി. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ കണ്ടു. യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം ചുമന്നൊഴുക്കിയ ദൈവത്തിന്റെ കുഞ്ഞാട്. പഴയമത്തിലെ സകല യാഗങ്ങളും തന്നിൽ പൂർത്തിയാകുന്നു. സകല പുരോഹിതന്മാരും തന്നിൽ പൂർത്തിയാകുന്നു. താൻ യാഗം കഴിക്കുക മാത്രമല്ല, താൻ തന്നെയാണ് യാഗം. മനുഷ്യർക്ക് വേണ്ടി ദൈവകാര്യത്തിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ വന്ന പ്രശ്നം പരിഹരിക്കാൻ ദൈവം നൽകി തന്ന യാഗമാണ്, പുരോഹിതനാണ്. അതുകൊണ്ടാണ് എബ്രായലേഖനം 2-ാം അധ്യായം 17-ാം വാക്യം, അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ. ജനത്തിന്റെ പാപങ്ങൾക്ക്, തനിക്കല്ല, താൻ പാപമില്ലാത്തവനാണ്. അതുകൊണ്ടാണ് ഈ പ്രായശ്ചിത്തം കഴിയുന്നത്. മനുഷ്യരെക്കാളും ഉന്നതനാണ്, സ്വർഗത്തിൽ നിന്ന് വന്നവനാണ്. നിങ്ങളൊക്കെ താഴെയുള്ളവർ, ഞാൻ മുകളിൽ നിന്ന് വന്നവൻ എന്ന് പലപ്പോഴും പറയുന്നത്. അപ്പം മനുഷ്യൻ, അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തൻ്റെ സഹോദരന്മാരുടെ സദസ്യനായി തീരുവാൻ ആവശ്യമായിരുന്നു. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാണ്. പാപമെന്ന വിഷയം നമുക്ക് വേണ്ടി പരിഹരിച്ചിട്ട് കടന്നു പോവുക അല്ല, അത് മാത്രമല്ല ചെയ്തത്, നമുക്ക് വേണ്ടി എന്നിവിടെ നിൽക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഒരു വിധത്തിൽ പറയും, നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടായാലും, എൻ്റെ രക്തത്താൽ പാപമോചനം പ്രാപിച്ച നിങ്ങളുടെ ജീവിതത്തിൽ എന്തവസ്ഥ, എന്ത് ബുദ്ധിമുട്ട്, എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാനിവിടെ തന്നെയുണ്ട്, എന്നെ ഒന്ന് വിളിച്ചാൽ മതി. എന്ത് മനോഹരമാണ്! ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനാകേണ്ടതിന് സകലത്തിലും തൻ്റെ സഹോദരന്മാരുടെ സദസ്യനായി തീരുവാൻ ആവശ്യമായിരുന്നു. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാണ്. നമ്മുടെ രക്ഷകനാണ്, മധ്യസ്ഥനാണ്, നമ്മുടെ കൂട്ടുകാരനാണ്, നമ്മുടെ വിഷയങ്ങൾ അറിയുന്നവനാണ്, സഹായിക്കാൻ കഴിയുന്നവനാണ്. ബാക്കി ഭൂമിയിൽ ഒരാൾക്ക് നമ്മളെ സഹായിക്കാൻ കഴിയില്ല. വാഗ്ദാനങ്ങൾ, പൊള്ളയായ വാഗ്ദാനങ്ങൾ തരാം, പക്ഷെ സഹായിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ കർത്താവ് യേശുക്രിസ്തുവിലൂടെ മാത്രമാണ്. ഇത്ര വ്യക്തമാണ്. 8-ാം അധ്യായം എബ്രായ ലേഖനം ആദ്യത്തെ 3 വാക്യങ്ങൾ ഇങ്ങനെ പറയും. നാം ഈ പറയുന്നതിൻ്റെ സാരമാണ് 7-ാം അധ്യായത്തിൽ മൽക്കിസദേക്കിനെയും മറ്റും പറഞ്ഞതിന് ശേഷം അവിടെ നമുക്കുള്ള മഹാപുരോഹിതൻ എങ്ങനെയുള്ളവനാണെന്ന്, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപിയോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ, ആ മഹാപുരോഹിതന്മാരെ പോലെ, പഴയ കാലത്തെ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിൻ്റെ പാപങ്ങൾക്കായും ദിനം പ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ അതവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്തുവല്ലോ. അപ്പം ഇവിടെ കർത്താവ് യേശുവിനെ ഈ പറയുന്ന സാർ ഇങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? 8-ാം അധ്യായം 1-ാം വാക്യം, സ്വർഗത്തിൽ മഹിമാസനത്തിൻ്റെ വലത്തു ഭാഗത്തിരുന്നവനായി വിശുദ്ധ സ്ഥലത്തിൻ്റെയും മനുഷ്യരല്ല കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിൻ്റെയും ശുശ്രൂഷകനായ മഹാപുരോഹിതൻ നമുക്കുണ്ട്. എബ്രായത്തിൽ പലപ്പോഴും കാണുന്നൊരു വാക്കാണ് നമുക്കുണ്ട്. നമുക്ക് വേണ്ടിയാണ്, ദൈവമക്കൾക്ക് വേണ്ടിയാണ്, താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടിയാണ്, കർത്താവ് യേശുവിൽ വിശ്വസിച്ചവർക്ക് വേണ്ടിയാണ്, കർത്താവിൻ്റെ ചേരുവാൻ സ്നാനം ഏറ്റവർക്ക് വേണ്ടിയാണ്. എനിക്ക് അല്ലാത്തവർക്കൊന്നും അനുഗ്രഹം കിട്ടില്ല. കർത്താവ് യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റ് ദൈവവൈതലായി മാറിയ ഒരാൾക്ക് വേണ്ടിയാണ് ക്രിസ്തു ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ പ്രതിനിധിയായി സ്വർഗത്തിൽ നിൽക്കുന്ന വ്യക്തിയാണിത്. ഏത് മഹാപുരോഹിതനും വഴിപാട് യാഗം അർപ്പിപ്പാൻ നിയമിക്കപ്പെടുന്നു. ആകയാൽ അർപ്പിപ്പാൻ ഇവനും വല്ലതും വേണം. തന്നെ തന്നെയാണ് അർപ്പിച്ചത്. അതാണ് 10-ാം അധ്യായത്തിന് 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ പറയുന്നത്, ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടൊന്നും ഇച്ഛിച്ചില്ല, എന്നൊരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകത്തിലുള്ള എന്നെക്കുറിച്ച്, അതേ പഴയ പുസ്തകങ്ങൾ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ, ഇത് ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതിയാണ്, നിൻ്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു എന്നവൻ പറയുന്നു. ന്യായപ്രമാണപ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടുകളും സർവാംഗ ഹോമങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല. അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. അത് തൽക്കാലം മനുഷ്യൻ അനുസരിക്കേണ്ട ഒരു കടമ മാത്രം. നീ ഇച്ഛിച്ചില്ല, അവയിൽ പ്രസാദിച്ചതുമില്ല എന്നിങ്ങനെ പറഞ്ഞ ശേഷം, ഇതാ ഞാൻ നിൻ്റെ ഇഷ്ടം, ഇതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം, തൻ്റെ പുത്രനെ യാഗമാകുക. അബ്രഹാമിന് തന്നെ ഇസാഖിനെ യാഗം കഴിക്കാനായിട്ട് നിർദ്ദേശിക്കുവാൻ കൊടുത്ത ചിത്രം ഇതാണ്. ഞാൻ നിൻ്റെ ഇഷ്ടം ചെയ്യാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രണ്ടാമത്തതിനെ സ്ഥാപിപ്പാൻ പുതിയ നിയമം സ്ഥാപിക്കാൻ പോവുകയാണ്. ഒന്നാമത്തതിനെ നീക്കിക്കളയും. 10-ാം വാക്യം 10-ാം അധ്യായം. ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു. അത്ര കൃത്യമാണ് കർത്താവ് യേശുവിൻ്റെ യാഗം. ഇപ്പം മനുഷ്യൻ ക്രിസ്തുവിലുള്ള വിശ്വാസം, ദൈവവചനത്തെ അനുസരിക്കുന്നതിലൂടെ ഒരു രക്ഷിക്കപ്പെട്ട ബന്ധമാണ് ദൈവത്തോട് പ്രവേശിക്കുന്നത്. രക്ഷയുടെ അനുഭവം കിട്ടുകയാണ്. ദൈവത്തോടുള്ള ബന്ധം പുനഃസ്ഥാപിച്ചു.
പാപത്തിൽ മുറിഞ്ഞുപോയ ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടു. ആ ക്രിസ്തു നമ്മുടെ മഹാപുരോഹിതനായി മാറും. നമുക്കിടെ നിരന്തരം പക്ഷപാതം ചെയ്യും. യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ ഇത് വ്യക്തമായി പറയും. തൻ്റെ 1-ാം ലേഖനം 2-ാമത്തെ ആദ്യത്തെ 2 വാക്യങ്ങൾ, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ, അബദ്ധവശാൽ പാപത്തിൽ മനഃപൂർവ്വം പാപം ചെയ്തിട്ട് കാര്യമില്ല. അവർ നിലവിളിച്ചിട്ട് കാര്യമില്ല. മനഃപൂർവ്വമല്ല, അബദ്ധവശാൽ. നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ നിങ്ങൾ പാപത്തിൽ നടക്കരുത്, പാപത്തിൽ വീഴരുത്. അതാണ് എൻ്റെ ആഗ്രഹം. ദൈവാത്മാവ് പറയുകയാണ്. പക്ഷേ ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ, നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അപ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകും. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിലെ പാപത്തിന് തന്നെ ലോകത്തിൻ്റെ രക്ഷകനായി കർത്താവ് യേശു നമുക്ക് വേണ്ടിയുണ്ട്. അത് അതേ കാര്യം അതേ പുസ്തകത്തിൻ്റെ 4-ാമത്തെ 10-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹം. ഇതാണ് യോഹന്നാൻ 3:16. തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാം. ഇത് നമ്മളെ നശിപ്പിച്ച് കളയാം. അങ്ങനെയുള്ള സ്വഭാവമുള്ളവനാണ് മനുഷ്യൻ. ദുഷ്ടനും പാപി, ശത്രുക്കളും ബലഹീനനും അഭക്തനും ദൈവത്തിൻ്റെ വിരോധികളായി പിശാചിനോട് കൂടെ നിൽക്കുന്നവരാണ്. നമ്മളെ നശിപ്പിച്ച് കളയാൻ ഇതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. ഒക്കെ ചെയ്തില്ല. കരുണാസമ്പന്നനായി, മനസ്സലിവുള്ളത്, സ്നേഹസമ്പന്നനായി തൻ്റെ പുത്രനെ അയച്ചു. ഇപ്പം ക്രിസ്തുവിൽ ദൈവം താഴേക്കിറങ്ങി നമ്മുടെ പ്രവാചകനായി നമ്മോട് സംസാരിക്കാനായി. അത് മാത്രമല്ല, ക്രിസ്തുവിൽ മനുഷ്യന് ദൈവത്തെങ്കിലേക്ക് തിരിച്ചു കയറാം. യാക്കോബ് കണ്ട ഏണി അതാണ്, തിരിച്ചു കയറാം. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ദൈവം മനുഷ്യനും കൂട്ടിമുട്ടുന്നത് ഇമ്മാനുവേലിലാണ്, ക്രിസ്തുവിലാണ്. മറ്റൊരുവനും രക്ഷയില്ല. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 7:25 ഇപ്രകാരം എബ്രായ ലേഖനം എഴുതി. എബ്രായ ലേഖനം വളരെ പ്രധാനമായൊരു ലേഖനമാണ്. ഇവിടെ പറയുന്നത് 7:25, അതുകൊണ്ട് താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാണ്. പൂർണ്ണമായി രക്ഷിക്കും. ഏകദേശമല്ല, പൂർണ്ണമായി നിത്യതയിൽ എത്തിക്കുന്നത് വരെ കർത്താവിൽ വിശ്വസിക്കുന്നു. കർത്താവിൽ വന്നിട്ട് വിട്ടുകളഞ്ഞവരെയല്ല, കർത്താവിൽ വന്നിട്ട് കർത്താവിൽ തന്നെ വിശ്വസ്തനായി അവസാനം വരെ കർത്താവിൽ ആശ്രയിച്ച് നിൽക്കുന്നവരെ അവസാനം സ്വർഗത്തിൽ എത്തിക്കുന്നത് വരെ പൂർണ്ണമായി രക്ഷിപ്പാൻ ക്രിസ്തു പ്രാപ്തനാണ്. നമ്മുടെ കഴിവുകൊണ്ടല്ല സ്വർഗത്തിൽ എത്തുന്നത്. അവസാനം വരെ പിടിച്ചു നിൽക്കുന്നത് കർത്താവിൻ്റെ കൃപ കൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മൾ കണ്ടു. ഇതാണ് 2ാമത് താൻ നിവൃത്തിയാക്കിയ ദൗത്യം. ആദ്യത്തെ പ്രവാചകൻ, 2 മഹാപുരോഹിതൻ. അപ്പോൾ ഈ വാഗ്ദാനം യൂദയിലേക്ക് നീളും, യൂദയിലേക്ക് അവതരിപ്പിക്കും. അതിനെക്കുറിച്ച് പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിലെ 49-ാം അധ്യായം, യാക്കോബ് തൻ്റെ 12 മക്കളെയും വിളിച്ചു വരുത്തും. കാരണം തൻ്റെ സമയം കഴിഞ്ഞു, താൻ കടന്നു പോകുന്നു, മരിക്കാറായി എന്ന് അറിഞ്ഞുകൊണ്ട് യാക്കോബ് തൻ്റെ 12 മക്കളെ വിളിച്ചിട്ടവരെ ഓരോരുത്തരായിട്ട് വിളിച്ച് അനുഗ്രഹിക്കും. അനുഗ്രഹിക്കുന്ന സമയത്ത് നമുക്കറിയാം ആർക്കാണ് ഈ വാഗ്ദാനം കൊടുക്കുന്നതെന്ന്. അപ്പോൾ അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു, ഇസ്ഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബിന് 12 മക്കളുണ്ടായി. അപ്പോൾ ഈ 12 മക്കൾ ഏത് മകനെയാണ് ഈ വാഗ്ദത്ത സന്തതി വരാനുള്ള തലമുറ, വരാനുള്ള വംശാവലി ഏത് മകനിലൂടെയാണ് എന്നുള്ളത് കണ്ടെത്തണം. അതിന് ഉൽപ്പത്തി 49 നോക്കിയാൽ മതി. ഈ 12 മക്കളുണ്ടല്ലോ, 12 മക്കൾ ഏത് മകനിലൂടെയാണ് വരാൻ പോകുന്നത്? അപ്പോൾ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബിൻ്റെ ഏത് മകനാണ്? 12 മക്കൾ ആരാണ്? അത് കണ്ടെത്താനാണ് ഉൽപ്പത്തി 49 8 മുതൽ വായിക്കുമ്പോൾ. അത് 1-2 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കാം. ഉൽപ്പത്തി 49, അനന്തരം യാക്കോബ് തൻ്റെ പുത്രന്മാരെ വിളിച്ചവരോട് പറഞ്ഞ്, കൂടി വരുവിൻ, ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിക്കുന്നത് ഞാൻ നിങ്ങളെ അറിയിക്കും. യാക്കോബിൻ്റെ പുത്രന്മാരെ കൂടി വന്ന് കേൾപ്പീൻ, നിങ്ങളുടെ അപ്പനായ ഇസ്രായേലിൻ്റെ മൊഴിക്ക് ചെവി തരുവിൻ. 3-ാം വാക്യത്തിൽ ആദ്യം രൂബേനെ വിളിക്കും. രൂബേൻ ആദിജാതനാണ്, പക്ഷേ രൂബേൻ വെള്ളം പോലെ തുളുമ്പുന്നവനാണ്. നീ ശ്രേഷ്ഠനാകില്ല, നിൻ്റെ അപ്പൻ്റെ കിടക്കയിൽ കയറി അനിശ്ചിതമാക്കിയവനാണ്. 5-ാം വാക്യത്തിൽ സിമിയോനും ലേവിയെ വിളിക്കും. സിമിയോനും ലേവിയും സഹോദരന്മാരാണ്, പക്ഷെ അവിടെ വാളുകൾ സാഹസത്തിൻ്റെ വാളുകളാണ്. അതുകൊണ്ട് അവർക്കും അനുഗ്രഹം കിട്ടില്ല. അവരുടെ ഉഗ്രകോപവും കഠിനകോപവും ശപിക്കപ്പെട്ട അപ്പൻ വളരെ വേദനിച്ച സ്വഭാവമുള്ളവരാണ് ഇവർ 2 പേര്. അവസാനം 8-ാം വാക്യത്തിൽ യഹൂദയെ വിളിക്കും. നാലാമത് പറയുന്ന യഹൂദയാണ്. യഹൂദയെ ശ്രദ്ധിച്ച് കേൾക്കുക, സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും, നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിലിരിക്കും, അപ്പൻ്റെ മക്കൾ നിന്റെ മുമ്പിൽ നമസ്കരിക്കും. യഹൂദ ഒരു ബാലസിംഹം, മകനെ നീ ഇര പിടിച്ച് കയറിയിരിക്കുന്നു. അവൻ കുനിഞ്ഞ സിംഹം പോലെയും സിംഹി പോലെയും പതുങ്ങിക്കിടക്കുന്നു. അവനെ എഴുന്നേൽപ്പിക്കും. അവകാശമുള്ളവൻ വരുവോളം, അതാണ് ആ പതുങ്ങിക്കിടക്കുന്ന സിംഹം എന്ന് പറയുന്നത്, യഹൂദയുടെ സിംഹം, പതുങ്ങിക്കിടക്കുന്ന സിംഹം. അവനെ എഴുന്നേൽപ്പിക്കും. അവകാശമുള്ളവൻ വരുവോളം, അതാണ് വ്യക്തി, സന്തതി, സ്ത്രീയുടെ സന്തതി. അവകാശമുള്ളവൻ വരുവോളം. ചെങ്കോൽ യഹൂദയിൽ നിന്നാണ് രാജകീയ അധികാരം, ന്യായവിധിയുടെ അധികാരം. ചെങ്കോൽ യഹൂദയിൽ നിന്നും
രാജദണ്ഡം അവൻ്റെ കാലുകിടയിൽ നിന്നും, അത് വംശാവലി, നീങ്ങിപ്പോകുകയില്ല. ജാതികളുടെ അനുസരണം അവനോടാണ്. ജാതികളുടെ മേൽ ഭരണം നടത്താൻ വരാൻ പോകുന്നവൻ, ചെങ്കോല് ധരിക്കുന്നവൻ, യഹൂദയുടെ സിംഹം. യഹൂദയെക്കുറിച്ച് അത്ര ശ്രേഷ്ഠമായ കാര്യങ്ങളാണ് യാക്കോബ് അപ്പൻ പറഞ്ഞത്. അപ്പോൾ യാക്കോബിൻ്റെ ഈ വാക്കുകൾ വളരെ പ്രധാനമാണ്. അത് യഹൂദയെ ബാധിക്കുന്നതാണ്. യാക്കോബിൻ്റെ 12 മക്കളിൽ യഹൂദയിൽ നിന്നാണ് ഈ വാഗ്ദാനം നിവർത്തിയാകേണ്ടത്. അത് നമുക്കറിയാം. എബ്രായ ലേഖനത്തിലെ കൃത്യമായി നമുക്കതറിയാം. യഹൂദയിൽ നിന്നാണ്, യഹൂദ ഗോത്രത്തിൽ നിന്നാണ് രക്ഷകനായ മശിഹ കടന്നു വരുന്നത്. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട പ്രവചനം, എൻ്റെ വാക്ക് 10-ാം വാക്യമാണ്, അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവൻ്റെ കാലുകിടയിൽ നിന്നും നീങ്ങിപ്പോകില്ല. അവകാശമുള്ളവൻ, ചെങ്കോൽ ധരിക്കുന്നവൻ, ന്യായവിധിയുടെ അടയാളമായി ചെങ്കോൽ ധരിക്കുന്നവൻ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. യഹൂദയുടെ സിംഹമെന്ന് വെളിപാട് പുസ്തകം പറയുന്ന വ്യക്തി, ഈ വ്യക്തിയാണ് ആ മശിഹ. ഇപ്പം സന്തതി സംരക്ഷിക്കപ്പെടുകയാണ്. യാക്കോബിൻ്റെ 12 മക്കൾ യഹൂദയാണ്. യഹൂദ ബെന്യാമീനാണ് ബാബിലോൺ പ്രവാസത്തിലേക്ക് പോയ ഗോത്രങ്ങൾ. പക്ഷെ ആ 2 ഗോത്രങ്ങൾ മാത്രമാണ് തിരിച്ചു വന്നത്, ശേഷിപ്പ്. കാരണം അവിടെ യഹൂദയുണ്ട്. യഹൂദ മശിഹയുടെ ഗോത്രമാണ്. ആ ഗോത്രത്തിലാണ് വരേണ്ടത്. എബ്രായ ലേഖനം 7:14 എബ്രായ എഴുത്തുകാർ ഇതോട് ബന്ധത്തിൽ പറഞ്ഞത് ഇവിടെ വായിച്ച് കേൾക്കാം. എബ്രായർ 7:14 നമ്മുടെ കർത്താവ്, യഹൂദയിൽ നിന്ന് നമ്മുടെ കർത്താവ് ഉദിച്ചു വന്നത് സ്പഷ്ടമല്ലോ. ആ ഗോത്രത്തോട് മോശ പൗരോഹിത്യത്തെ സംബന്ധിച്ച് ഒന്നും കൽപ്പിച്ചിട്ടില്ല. കർത്താവ് യേശു പുരോഹിതനാണ്. ലേവ്യ വ്യവസ്ഥയ്ക്ക് വിരോധമാണ്. ലേവ്യ വ്യവസ്ഥയിൽ പൗരോഹിത്യം ആർക്കാണ്? ലേവി ഗോത്രത്തിനാണ്. പക്ഷെ പുതിയ നിയമത്തിൽ കർത്താവ് യേശുവിൻ്റെ ഗോത്രം യഹൂദ ഗോത്രമാണ്. അത് തന്നെ കൃത്യമായി തെളിയിക്കുന്നു. പഴയ നിയമം അവസാനിച്ചു. യേശു യഹൂദ ഗോത്രത്തിൽ നിന്നാണ്, യഹൂദയുടെ സിംഹമാണ്. അപ്പോൾ നാം ഇത്രയും പറഞ്ഞു എന്താണ്? ഉൽപ്പത്തി പുസ്തകം, ആരംഭങ്ങളുടെ പുസ്തകം വ്യക്തമായി വെളിപ്പെടുത്തുന്നു. ദൈവം കൃത്യമായി വ്യക്തമായി നിയന്ത്രിച്ച് പദ്ധതി ഒരുക്കി മനുഷ്യകുലത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ നമ്മൾ കൃത്യമായി കാണിച്ചരിക ദൈവം എങ്ങനെയാണ് തൻ്റെ രക്ഷാപദ്ധതി, മനുഷ്യവർഗത്തിൻ്റെ രക്ഷാപദ്ധതി എങ്ങനെയാണ് സംഭവിപ്പിച്ചത്, നിവൃത്തിയാക്കിയത്, ചരിത്രത്തിൽ സംഭവിപ്പിച്ചത്. ദൈവം അബ്രഹാമിന് ഉൽപ്പത്തി പുസ്തകം ഏദൻ തോട്ടത്തിൽ പ്രവചനം കൊടുത്തു, വാഗ്ദാനം കൊടുത്തു. വർഷങ്ങൾക്ക് ശേഷം, ജലപ്രളയത്തിന് ശേഷം നോഹയുടെ സന്തതിയായ ഷെമ്മിലൂടെ അബ്രഹാം ഉത്ഭവിച്ചു. അബ്രഹാമിനെ വിളിച്ചു. അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനം ഇസ്ഹാക്കിനെ ഓർമ്മിപ്പിച്ചു. ഇസ്ഹാക്കിന് യാക്കോബിനെ ഓർമ്മിപ്പിച്ചു. യാക്കോബിൻ്റെ 12 മക്കളായ യഹൂദയിലേക്ക് അത് കടന്നു വരികയാണ്. ഇതാണ് പഴയ നിയമത്തിലെ പ്രധാനപ്പെട്ട വിഷയം. ഇതാണ് മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് പദ്ധതിയെ ക്രമീകരിച്ച്. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന, അടുത്ത പാഠത്തിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, ഈ പദ്ധതി എങ്ങനെയാണ് പ്രവചനത്തിൽ സംഭവിക്കുന്നത്. അത് ദാവീദിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയാണ്? യഹൂദയിൽ നിന്ന് വന്ന വ്യക്തിയാണ് ദാവീദ്. യഹൂദയുടെ ഗോത്രത്തിൽപ്പെട്ട വ്യക്തിയാണ് ദാവീദ്. ആ ദാവീദിലേക്കാണ് ഇത് വരുന്നത്. ഒരു വാക്യം മാത്രം വായിച്ച് അവസാനിപ്പിക്കാം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പുതിയ നിയമം ആരംഭിക്കുന്നത്. അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി. അപ്പോൾ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് ഈ സന്തതി എന്നുള്ളതാണ് താക്കോൽ വാക്ക്. സീഡ്, ഒരു വിത്ത്. പ്രവചനത്തിൽ സന്തതി എങ്ങനെയാണ് മശിഹ സന്തതി പരമ്പര സംരക്ഷിക്കപ്പെട്ടത്? ഈ സന്തതി പരമ്പര തകർക്കാനാണ് സാത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. വരരുത്, അവകാശമുള്ളവൻ വരരുത്, വരാതിരിക്കാൻ സകലവും ശ്രമം. അതുതന്നെയാണ് ഹാബേലിനെ കൊല്ലിച്ചത്. അതുകൊണ്ടാണ് പല സംഭവങ്ങൾ പഴയ നിയമത്തിൽ ഉണ്ടാകുന്നത്. എസ്തറിൻ്റെ പുസ്തകത്തിലെ സംഭവങ്ങൾ എല്ലാം സംഭവിക്കുന്ന കാരണം ഈ സന്തതി വരരുത്. ഇവിടെയാണ് ദൈവം സംരക്ഷിക്കുന്നത്. ഈ സന്തതിയാണ് സംരക്ഷിച്ചത്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം യാക്കോബിൻ്റെ മകനായ യഹൂദയിൽ നിന്ന് ദാവീദ് ഉത്ഭവിക്കുകയാണ്. ദാവീദ് കടന്നു വരുമ്പോൾ, കാരണം ദാവീദാണ് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി, ആ ദാവീദിലൂടെ മിശിഹ സന്തതി പരമ്പര സംരക്ഷിക്കപ്പെടും. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചതുപോലെ ദാവീദിൻ്റെ സന്തതിയായ കർത്താവ് യേശു ക്രിസ്തു. അപ്പോൾ അവിടെ നമുക്ക് അബ്രഹാമിനെ കാണാം, ദാവീദിനെ കാണാം, യേശുവിനെ കാണാം. അപ്പോൾ പുതിയ നിയമത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഇത് ബന്ധപ്പെടുത്തുകയാണ്. ഈ വാഗ്ദാനം, വാഗ്ദത്ത സന്തതി, ദാവീദിലൂടെ വരാൻ പോകുന്ന വാഗ്ദത്ത സന്തതി, അതിനെക്കുറിച്ചുള്ള പഠനം നമുക്ക് അടുത്ത പാഠത്തിൽ ചിന്തിക്കാം. ഇത് വളരെ പ്രധാനമാണ്. നമ്മൾ വെറുതെ ബൈബിൾ വായിച്ചു പഠിച്ചു എന്ന് പറയുന്നതല്ല. കൃത്യമായ ചിത്രമാണിത്. രക്ഷാപദ്ധതിയുടെ ചിത്രം വളരെ വ്യക്തമായിരിക്കണം. ദൈവം എങ്ങനെയാണ് ചരിത്രത്തിൽ നമ്മോട് ഇടപെട്ടത്, നമ്മളെ രക്ഷിക്കാൻ പ്രവർത്തിച്ചത്. ഇന്നും നമുക്ക് വേണ്ടി ഉണ്ട് എന്നുള്ള സത്യം മറക്കരുത്. നമുക്ക് വേണ്ടി വേറെ ആരുമില്ലെന്ന് ഭൂമിയിൽ നമുക്ക് പറയാം. ഉണ്ട്, അത് ശരിയാണ്. പക്ഷെ നമുക്ക് വേണ്ടി ഒരാളുണ്ട്. അവർ മാൻ ഇൻ ഹെവൻ. സ്വർഗത്തിൽ നമുക്കൊരാൾ, നമ്മുടെ ഏത് ആവശ്യവും മനസ്സിലാക്കുന്ന ഒരാൾ, നമ്മളെ സഹായിക്കാൻ കഴിവുള്ള ഒരാൾ, നമ്മോട് സ്നേഹമുള്ള ഒരാൾ,
കരുണയുള്ള വിശ്വസ്തനായ ഒരാൾ നമ്മുടെ മഹാപുരോഹിതൻ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തുടരാൻ അടുത്ത പാഠം.